ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് തൃശൂർ താന്യം സ്വദേശിയായ യദു ഗിരീഷ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ തനി നിറം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്ന ഓരോ റീലിനും മില്യൺസ് ആണ് വ്യൂസ് ആയുള്ളത്. ഒരുപാട് പെൺകുട്ടികളും ഉൾപ്പെടെ ഇയാളെ ഫോളോ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയുള്ള ചില ആളുകൾ അവരുമായി ഇയാൾ ചങ്ങാത്തം ആദ്യം നടിക്കുന്നു, പിന്നീട് അത് സ്ഥാപിച്ച് പിന്നീട് അതൊരു പ്രണയത്തിലേക്ക് കാര്യങ്ങൾ എടുക്കുന്നു, ഒടുവിൽ വിവാഹ വാഗ്ദാനം നൽകുന്നു, പിന്നീട് പണവും അതുപോലെ തന്നെ ഇവരെ ലൈംഗികമായി ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. യദു ഗിരീഷ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കണ്ടാലും അതായത് പെൺകുട്ടികൾ പഠിക്കത്തില്ല. കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്, കാണാൻ കുറച്ച് ഭംഗിയുണ്ട്, കുറച്ച് മോട്ടിവേഷനൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് എന്ന് കണ്ടു കഴിയുമ്പം ഇതുപോലുള്ള അല്ലവല്ലാദികൾ മെസ്സേജ് അയച്ച് ആ വലയിൽ ചെന്നപ്പെട്ട് അവസാനം കരയേണ്ടി വരിക. ഇതാണിപ്പം കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യത്തേതാണോ? അല്ല. നമ്മുടെ മീശ വിനീത് എന്ന് പറയുന്നൊരു ആളുണ്ടായിരുന്നല്ലോ, അവൻ ഇതുപോലുള്ള തെണ്ടിത്തരം കാണിച്ച് ജയിലിൽ പോയി തിരിച്ച് വന്ന് ഒരു ഫോട്ടോയും ഇട്ട് കുറച്ച് വീഡിയോ ഇട്ട് കുറച്ച് സാഡ് ബീജിയും കുത്തിക്കയറ്റിയപ്പോൾ ദേ പോണു വീണ്ടും അവൻ്റെ പിറകെ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവനിപ്പോൾ അകത്തായി കുറച്ച് നാൾ കഴിയുമ്പോൾ പുറത്തിറങ്ങും, വീണ്ടും ഇവൻ വീഡിയോസ് തുടങ്ങും, അല്ലെങ്കിൽ വന്നിരുന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞൊന്ന് കരഞ്ഞൊരു സാഡ് ബീജിയം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ചേട്ടായി എന്ന് പറഞ്ഞ് പൊക്കോളും. തൃശൂർ താന്യം സ്വദേശിയാണ് യദു ഗിരീഷ് എന്ന ഈ 38-കാരൻ. ആ യദുവാണ് അറസ്റ്റിലായത്. യാജി വന്നേരി മിസ്റ്റർ ഡിഫക്റ്റ് എന്ന പേരിൽ ഇൻസ്റ്റാ അക്കൗണ്ടൊക്കെ ഉണ്ട്. ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. ഏതാണ്ട് ഏറ്റവും ഒടുവിലത്തെ കണക്ക് നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 48.7K അത്രയും എണ്ണമുണ്ട് ഫോളോവേഴ്സിന്റെ കണക്ക്. സജീവമാണ് വളരെ ഇൻസ്റ്റാഗ്രാമിൽ. 405 പോസ്റ്റുകൾ ഇതിനോടകം തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. പരാതി നൽകിയത് 3 പേരാണ്. ആ 3 പേരുടെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ ഇൻഫ്ലുവൻസറുടെ പീഡനമെല്ലാം. ആദ്യം 3 പെൺകുട്ടികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കൂടുതൽ പേരിലേക്ക്, അതായത് 15 യുവതികൾ പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുന്നത്. ഈ യുവതികളുടെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തൃശ്ശൂരിലെ ക്രൈം ഡിറ്റാച്ച്മെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം. ഈ യുവതികളുടെ നഗ്ന വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും ആ നഗ്ന വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തിയുമായിരുന്നു ഈ പീഡനങ്ങൾ അധികവും എന്നാണ് വ്യക്തമാവുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളിൽ നിന്ന് പണം വാങ്ങിയതായും പരാതികളിൽ പറയുന്നുണ്ട്. IT ആക്ട് പ്രകാരവും ഈ പ്രതിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഉറപ്പിച്ചു പറയുന്നു ഡിറ്റാച്ച്മെന്റ് സംഘം കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഇനിയും ഉയർന്നു വരുന്നുണ്ട് എന്ന്. അതായത് നിലവിൽ 15 പേരെയാണ് കണ്ടെത്തിയതെങ്കിൽ തൃശൂർ ക്രൈം ഡിറ്റാച്ച്മെന്റിന്റെ കണക്ക് വെച്ച് അത് 20 വരെ എത്താനുള്ള സാധ്യത. 20ഓളം പെൺകുട്ടികളിലേക്ക് ഇതെത്താൻ സാധ്യതയുണ്ട്. 10-40 വയസ്സായില്ലേ? നിനക്കൊക്കെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെ? 10-40 വയസ്സുള്ള ഇവൻ ആധാർ കാർഡ് തിരുത്തി അത് 2000 ഡേറ്റ് ഓഫ് ബർത്തിലാക്കി അത് യൂസ് ചെയ്തിട്ട് ഇവൻ പെൺപിള്ളേരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാപ്പ് ചെയ്യുന്ന പെൺപിള്ളേരുടെ മൊത്തം വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എടുത്ത് അത് വെച്ച് ഇവരെ കയ്യിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണവും ബാക്കിയുള്ള കാര്യങ്ങളും മേടിച്ച് വീണ്ടും ഇവരെ യൂസ് ചെയ്യുക. ഇതാണ് ഈ നാറിയുടെ പണി. മോട്ടിവേഷനിൽ തുടങ്ങി വീഡിയോ എടുക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്ത് ഒരു ബന്ധം ഉണ്ടാക്കി, പിന്നീട് അത് പ്രണയം എന്ന് പറയുന്ന നാടകത്തിലോട്ട് മാറ്റി, അത് കഴിഞ്ഞ് അവരുടെ വിശ്വാസം പിടിച്ചു പറ്റി വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട്, ഞാൻ നിന്നെക്കുറിച്ച് വീട്ടിൽ സംസാരിക്കട്ടെ എന്ന് ചോദിച്ച് ഈ പെൺപിള്ളേരെ ഇവൻ്റെ വഴിക്ക് കൊണ്ടുവന്ന് ശാരീരികമായിട്ട് ഇവൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിയെടുത്ത് അവരുടെ വീഡിയോസും എടുത്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തുക. ഇതായിരുന്നു അമ്മാവൻ്റെ പണി. ഇത് ചെയ്ത് കോൺഫിഡൻസ് അങ്ങ് കൂടിപ്പോയി കാണും. അവസാനം പിടിക്കപ്പെട്ടപ്പോൾ
പിന്നെ പറയണ്ടല്ലോ. കല്യാണം കഴിഞ്ഞ് ഒരു മോനുണ്ട്. ഈ ഭാര്യനെ ഇവൻ പരിചയപ്പെടുത്തുന്നത് ചേച്ചിയെന്നും മോനെ പരിചയപ്പെടുത്തുന്നത് ചേച്ചിയുടെ മോനുമായിട്ടാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഈ നാറി ഈ പെൺപിള്ളേരോട് പറഞ്ഞിരിക്കുന്നത് സൈബർ സെല്ലിലാണ് വർക്ക് ചെയ്യുന്നത്. നീ സൈബർ സെല്ല് കണ്ടിട്ടുണ്ടോ? ഇവനെയും കൊണ്ട് ഇവൻ റൂം എടുത്ത ഹോട്ടലിലൊക്കെ പോയ സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇവൻ ഒരാളെയും കൊണ്ടൊന്നല്ല, ഇവനിത് സ്ഥിരം പരിപാടിയാണ്. വീട്ടുകാരുടെ അടുത്ത് പറയുമ്പം വീട്ടുകാരെന്താ പറയുക, നമ്മുടെ മോൻ പുണ്യാളെ, നീയൊക്കെ അവൻ്റെ പുറകെ പോയതുകൊണ്ടല്ലേ നീ ഈ വലയിലൊക്കെ പെട്ടുപോകുന്നത് എന്നാണ് ഇവൻ്റെ ഭാര്യയും അമ്മയും ചോദിച്ചത്. നീയൊക്കെ പോയിട്ടല്ലേ അവൻ്റെ വലയിൽ പെട്ടത്, അല്ലാണ്ട് എൻ്റെ മോൻ വിളിച്ചു വരുത്തിയതെന്നല്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം. ആലോചിച്ച് നോക്കണം. സ്വന്തം മോൻ അല്ലെങ്കിൽ ഭർത്താവ് അവർ ചെയ്തതൊന്നും കുഴപ്പമില്ല, പെൺപിള്ളേർ അവൻ്റെ കൂടെ പോയതാണ്, അല്ലാണ്ട് അവൻ വിളിച്ചുകൊണ്ട് പോയതല്ല, അവൻ ഇത് ചെയ്തതല്ല, അവൻ വിവാഹ വാഗ്ദാനം തന്ന് യൂസ് ചെയ്തത് പ്രശ്നമല്ല, ഇവരുടെ വീഡിയോ എടുത്തത് പ്രശ്നമല്ല, ബ്ലാക്ക് മെയിൽ ചെയ്തത് പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല, പെൺപിള്ളേർ പോയതാണ് ഇപ്പോൾ പ്രശ്നം. ദയവേത് ഇവനൊക്കെ പുറത്തിറങ്ങി വീണ്ടും റീൽസ് ഇട്ട് സാഡ് ബീജിയമും കുത്തിക്കയറ്റി വരുമ്പോൾ ചേട്ടായി മാങ്ങാത്തോനിന്ന് പറഞ്ഞ് വീണ്ടും ഈ നാറികളുടെ അടുത്തോട്ട് പോവരുത്. കാരണം വിനീതിൻ്റെ കാര്യമുണ്ടല്ലോ, അവൻ പുറത്തിറങ്ങി കുറച്ച് ബീജിയമൊക്കെ ഇട്ടപ്പോൾ അത് ആണ്ടടേ പോകണം പിന്നെ അതിൻ്റെ പുറകെ, അതുപോലെ പോവരുത്. ശരി എന്നാൽ.